ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളിൽ കാണുന്ന ചെവി വേദനയെക്കുറിച്ചാണ്. കുട്ടികളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ചെവി വേദന അവർക്കൊരു ജലദോഷമോ തുമ്മലോ വന്നിരിക്കുന്ന സമയത്താണ് ഉണ്ടാവാറുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുട്ടികൾക്ക് ഒരാഴ്ചയായിട്ട് ജലദോഷം മാറാണ്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും അവർ ചെവി വേദന എന്ന് പറഞ്ഞ് കരയുന്നത്. അതിനോടനുബന്ധിച്ച് ചിലപ്പോൾ പനിയും ഉണ്ടാവാം. ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൂക്കും ചെവിയും കണക്റ്റഡ് ആണ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്നൊരു ട്യൂബ് വഴി നമ്മുടെ മൂക്കും ചെവിയും തമ്മിൽ കണക്റ്റഡ് ആണ്. നമുക്ക് എന്ത് ജലദോഷവും മൂക്കിൽ ഉണ്ടാകുന്ന എന്ത് ഇൻഫെക്ഷൻസും കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞാൽ അത് ചെവിയിലേക്ക് സ്പ്രെഡ് ആവാം. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളിൽ ജലദോഷം വന്ന് മാറാണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മൂക്കടപ്പോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും വന്ന് മാറാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ചെവിയിലേക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാം. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ടടുത്തൊരു ENT ഡോക്ടറെ കാണിക്കാം. അവർ ചെവിയുടെ പാട എക്സാമിൻ ചെയ്യും. അപ്പോൾ അവർ മനസ്സിലാവും ഇൻഫെക്ഷൻ ആണെന്നുള്ളത്. നമുക്ക് ആൻറ്റിബയോട്ടിക്സും മൂക്കിലൊഴിക്കുന്ന മരുന്നും കാര്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെവി അത് പൊട്ടി പഴുപ്പും കാര്യങ്ങളായി വന്ന് അതിൻ്റെ കോംപ്ലിക്കേഷൻസിലോട്ട് പോവാം. അപ്പോൾ കുട്ടികളുടെ ജലദോഷം തുമ്മലും വന്നാൽ നിങ്ങളൊരു 3 ദിവസത്തിൽ കൂടുതൽ അത് മാറാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഉടനെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്.